അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ സന്തോഷത്തിൻ്റെ വാക്കുകൾ, സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? ദുഃഖ വാർത്ത കേൾക്കാൻ നമ്മളൊന്നും ഒരിക്കലും ആഗ്രഹിക്കില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖമായ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ മുന്നിൽ ദുഃഖമായ സംഭവങ്ങളൊക്കെ, ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇവിടെ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, മത്സ്യം ചൂണ്ടയിട്ട് പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, മത്സ്യം പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ്. അപ്പോൾ മത്സ്യത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതായത് ഒരു മത്സ്യത്തെ കണ്ടാലും, ഒരുപാട് മത്സ്യത്തെ കണ്ടാലും ഒരേ വ്യാഖ്യാനമല്ല, രണ്ട് വ്യാഖ്യാനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നാബിൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുകയാണ്, ഒരാൾ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പിടികൂടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം സന്തോഷത്തിൻ്റെ വാക്കുകൾ അവന് കേൾക്കുമെന്നാണ്. അതായത് സന്തോഷ വാർത്ത അവന് കേൾക്കും. മനസ്സിലായില്ല? അത് മത്സ്യത്തിനെ ചൂണ്ടയിട്ട് പിടിക്കുന്നുണ്ടാൽ ഓരോ മത്സ്യത്തിനെ പിടിക്കുമെന്നല്ല. ഒരു മീൻകാരനാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വപ്നത്തിൽ മത്സ്യത്തെ പിടിക്കുന്നതായിട്ട് അങ്ങനെ കാണുകയാണ്. അപ്പോൾ വിചാരിക്കണം, നാളെ നല്ല മത്സ്യം കിട്ടും എന്നുള്ളതല്ല അതിൻ്റെ വ്യാഖ്യാനം. ഇനി മത്സ്യത്തെയാണ് സ്വപ്നം കണ്ടത്, മത്സ്യം പിടിക്കുന്നതെന്നല്ല സ്വപ്നം കണ്ടത്. മത്സ്യത്തെ മാത്രം അങ്ങനെ സ്വപ്നം കണ്ടു. അപ്പം അങ്ങനെ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നല്ലത് തന്നെയാണ്, പേടിക്കപ്പെടാനുള്ളൊരു സ്വപ്ന വ്യാഖ്യാനമൊന്നുമല്ല കേട്ടോ, നല്ല വ്യാഖ്യാനം തന്നെയാണ്. അപ്പം മത്സ്യം പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു, സന്തോഷ വാർത്ത എന്താകും അവന് കേൾക്കും. നമ്മളൊക്കെ സന്തോഷ വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം തരുന്ന വാർത്തകൾ കേൾപ്പിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും എല്ലാവർക്കും സന്തോഷം തരട്ടെ. നല്ല കുടുംബബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം കുടുംബബന്ധം ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വസലഹു വസലഹുല്ലാ വമൻ ഖതഅഹു ഖതഅഹുല്ലാ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത് അല്ലേ? ആരെങ്കിലും അല്ലാഹു തആലയോട് പറ്റി ഹദീസിൽ പറഞ്ഞതാണ്, എന്ത്, ഒരാൾ കുടുംബബന്ധം ചേർത്താൽ അവൻ അല്ലാഹു ചേർക്കും, ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചാൽ അല്ലാഹു അവനെ മുറിക്കും എന്നുള്ളത് ഖുർആനായത്തല്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.